നമുക്ക് എന്നും കൂടെ കൂട്ടാവുന്ന ഒരു സുഹൃത്താണ്. അപ്പം 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ ഒരുപാട് അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പലതവണ സിജുവിനെ കാണുമ്പോഴും സിജു അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ടും എനിക്കിപ്പോഴും ഓർമ്മ. എന്നോടെയോ ഒരു പാർക്ക്വേയിൽ ജിമ്മിനടുത്ത് പോയ സമയത്ത് വളരെ കഠിനമായിട്ടുള്ള വർക്കൗട്ടിൽ അദ്ദേഹം ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനൊരു ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ പുറത്ത് വിടല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സോ അതിൽ നിന്ന് ഒരുപാട് ഇപ്പം നേരത്തെ വിനയൻ സാർ പറഞ്ഞ പോലെ അല്ലെങ്കിൽ റോഡി പറഞ്ഞ പോലെ സക്സസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടിയാലും സിനിമ എന്ന് പറയുന്ന ഒരു മാരത്തോണാണ്. അതിന് ഓടിക്കൊണ്ടേയിരിക്കണം. അത് എപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് സമയം വരുന്നത് നമുക്കറിയില്ല. പക്ഷെ അതുവരെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കണം. ചിലപ്പോൾ ഒരു 50-ാമത്തെ സിനിമയായിരിക്കും വഴിത്തിരിവാകുന്നത്. പക്ഷെ 49 പടം ചെയ്താലേ 50-ാമത്തെ പടം സംഭവിക്കുള്ളൂ. അപ്പം അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ സിജുവിന് 50 ആയിട്ടില്ലേ, അതിന് മുമ്പേ തൊട്ടേ ആ ഒരു സമയം എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഗോപി ഇവിടെ ഉണ്ട്. ഗോപി മലയാളത്തിൽ ഒരുപാട് സജീവമാവുന്നതിൽ ഒരുപാട് സന്തോഷമുള്ള ആളാണ്. കാരണം 2014 1983 ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് അത്രയും ഒരു സോള് കൊടുത്ത ഒരാളാണ്. അതിൻ്റെ മാത്രമല്ല സിനിമയുടെ ഒരു കറക്റ്റ് ജഡ്ജ്മെന്റ് ഉള്ള ഒരു മനുഷ്യനാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗോപി. ആൻഡ് അന്ന് ഗോപിക്ക് ഇതിലും പ്രായമുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ചെറുപ്പമായിട്ട്. ആൻഡ് വിനയൻ സാറിൻ്റെ ഒരു അനുഗ്രഹം ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്നതിൽ സന്തോഷം. ഞാൻ സിനിമയിൽ വന്നിട്ട് എൻ്റെ ആദ്യ സിനിമ കഴിഞ്ഞപ്പോൾ എന്നെ ഏറ്റവും ആദ്യമായിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ച ഒരു സംവിധായകനാണ് വിനയൻ സാർ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഞാനത് വിനയൻ സാറാണെന്ന് വിശ്വസിച്ചില്ല. എൻ്റെ കൂട്ടുകാരോട് തന്നെ പറ്റിക്കാണെന്ന് വിളിച്ചിട്ട് ഞാൻ തിരിച്ച് കളിയാക്കുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് ലാൻഡ് ലൈൻ നമ്പർ 0484 കണ്ടപ്പോൾ ഞാൻ തിരിച്ച് പെട്ടെന്ന് വിളിച്ച് ഞാൻ മാറ്റി വെച്ചു. ഞാൻ ഒരുപാട് സന്തോഷം സാറോട് ഉള്ളത്. ഞാൻ റോണി വളരെ അടുത്ത സുഹൃത്താണ്. റോണി ധ്യാനിൻ്റെ ഒപ്പം കൂടി കുറച്ച് തമാശകളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാനിവിടെ മനസ്സിലായി. പക്ഷെ എന്നിരുന്നാലും ഏതൊരു അപകടവും തരണം ചെയ്യാൻ കെൽപ്പുള്ള ആളാണെന്ന് നമ്മുടെ മാസ്റ്റർ വരെ പറഞ്ഞു സിജു. അപ്പോൾ ഏത് അപകടവും സിജുവിനൊരു വിഷയമല്ല, പെട്ടെന്ന് പഠിച്ചെടുക്കുന്നതാണ് പറഞ്ഞത് സിജു. അതൊക്കെ സോ വെരി ഹാപ്പി.